ഇന്നോവ ക്രിസ്റ്റയുടെ സ്റ്റിയറിംഗ് വീല് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റിയറിംഗ് സ്റ്റഡിയല്ല, അതിന് നമ്മൾ ഇളക്കി റീസെറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൽ ക്ലോക്ക് സ്പ്രിങ് ഉള്ളതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് നമുക്ക് സ്റ്റിയറിംഗ് വീല് റീസെറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ ആയിട്ടൊരു ഹോൾ കാണാൻ പറ്റും സ്റ്റിയറിംഗിൻ്റെ സെൻട്രലായിട്ട്. ഹോളിൽ വെച്ച് ലോക്ക് പ്രസ് ചെയ്തിട്ടതിന് ശേഷം സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കണം. കറക്റ്റ് സ്റ്റഡി വെച്ചിട്ട് സ്റ്റിയറിംഗ് ടേൺ ചെയ്ത് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ വരത്തില്ല. സ്റ്റഡി വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുമ്പോൾ എയർ ബാഗ് ഇളകി വരുന്നതാണ്. ഇതാണ് എയർ ബാഗിൻ്റെ കപ്ലർ. എന്നിട്ട് കണക്ടർ വെച്ച് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ഹോണിൻ്റെ ആണ്. ഇവിടെ പ്രസ് ചെയ്യാൻ ഒരു ക്ലിപ്പ് കാണും, അത് പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതാണ് സ്റ്റിയറിംഗിൽ വരുന്ന എയർ ബാഗ്. നമ്മളിതിൽ ക്ലോക്ക് സെൻസറുണ്ട്. ഇതായിരുന്നാണ് ക്ലോക്ക് സെൻസറിൻ്റെ കപ്പർ. ഇത് നമ്മൾ ഇളക്കി വിട്ടിട്ട് സ്റ്റിയറിംഗ് വീലിനെ ഇളക്കിയെടുക്കാൻ പോവാണ്. ക്ലോക്ക് സെൻസർ റൊട്ടേറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലോക്ക് സെൻസറിൻ്റെ അകത്തുള്ള സ്പ്രിങ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. വാളിയാൻ ബട്ടൺ, ഫോണ്, എയർ ബാഗ് ഒന്നും തന്നെ വർക്കാകത്തില്ല. അപ്പോൾ നമ്മളിത് എന്തെങ്കിലും സ്റ്റിയറിംഗ് ജോയിൻ്റ് അങ്ങനെ എന്തെങ്കിലും ജോലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ ഇളക്കി ക്ലോക്ക് സെൻസർ റീസെറ്റ് ചെയ്യണം. ഇത് 19 ബോക്സാണ്, സെൻട്രൽ നെറ്റ് വയ്ക്കാനുള്ളത്. 19 ബോക്സ് വെച്ച് കപ്ലറെല്ലാം ഇളക്കി വിട്ടിട്ടുണ്ട്. സ്റ്റിയറിംഗ് കോളം, ഇതാണ് ക്ലോക്ക് സെൻസർ. ഇനി സ്റ്റിയറിംഗ് വീല് നമ്മൾ ടയർ സ്ട്രൈറ്റ് ആക്കി വയ്ക്കണം. ടയർ സ്വല്പം വെളിയിലാണ് നിൽക്കുന്നത്. അതിന് നമ്മൾ സ്റ്റിയറിംഗ് വീല് കറക്റ്റ് ലെവലിൽ കറക്റ്റാണ്. ടയറിൽ കറക്റ്റ് സെൻറ്റർ ലെവലാക്കി വെച്ചിട്ട് സ്റ്റിയറിംഗ് വീൽ ഇളക്കിയെടുക്കാം. അതിന് ക്ലോക്ക് സെൻസറിന് സെൻറ്റർ എങ്ങനെയെന്ന് കാണിക്കാം. ഇതാണ് ക്ലോക്ക് സെൻസർ. ക്രിസ്റ്റയുടെ ക്ലോക്ക് സ്പ്രിങ് നമ്മൾ സ്റ്റിയറിംഗ് വീൽ ഇളക്കിയെടുത്തിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആകത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു സ്പ്രിങ് ഉണ്ട്, വാഷർ. ഇത് താഴെ പ്രസ്സായാൽ മാത്രമേ ഇത് റൊട്ടേറ്റ് ആവുള്ളൂ. അതിനെന്തിനാ ഇതേപോലത്തെ ഒരു ചെറിയൊരു ഹോസ് പീസ് എടുത്താൽ മതി. പീസ് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അകത്ത് വെച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. കറക്റ്റ് ഫുള്ള് കാണാൻ കാണിക്കുന്നത് പിടിച്ചാ 1 2 3 4 5 6 ടേണുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് 3 ടേൺ കറക്റ്റ് തിരിച്ച് വയ്ക്കണം. 1 2 3 ടേൺ. ഇതാണ് കറക്റ്റ് ക്ലോക്ക് സ്പ്രിങ്ങിൻ്റെ സെൻറ്റർ. സ്റ്റിയറിംഗ് വീലെടുത്ത് സെറ്റ് ചെയ്യുക.
സെൻറ്റർ ചെയ്ത് സ്റ്റിയറിംഗ് വീലിട്ട് നട്ട് ടൈറ്റ് ചെയ്ത് ഇനി എയർ ബാഗ് കൊടുക്കാം. എയർ ബാഗിൻ്റെ കപ്ലർ കൊടുക്കുമ്പോൾ കെയർഫുള്ളായിട്ട് കൊടുക്കണം. ഈ യെല്ലോ കളറിൽ കാണുന്ന മാക്സിമം ലിഫ്റ്റ് ചെയ്ത് വെക്കുക. വെച്ചിട്ട് ഫോണിൻ്റെ കണക്ഷൻ അപ്പം ക്ലോക്ക് സ്പ്രിങ് മാക്സിമം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക എത്ര റൊട്ടേഷൻ ഉണ്ടെന്ന്. എത്ര റൊട്ടേഷൻ നോക്കിയിട്ട് അതിൻ്റെ നേരെ പകുതി റൊട്ടേഷനിൽ കൊണ്ടുവച്ചാൽ മതി. ഇതിൽ അവിടെ കൊടുത്തിരിക്കുന്ന 5 ടേൺസ് ആണ്. പക്ഷേ നമ്മൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ 6 ടേൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി 3 ടേൺസിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.